ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ കാണില്ലേ ഈ കരിമ്പൻ തല്ലി കിടക്കുന്ന ചെരുപ്പ്, ബാത്റൂമിലൊക്കെ പോകുന്നത്, അങ്ങ് വന്നിട്ട് കറുത്ത് കാലിടുമ്പോൾ നല്ല നമുക്ക് അറപ്പ് തോന്നുന്ന രീതിയിൽ അതൊക്കെ വെളുപ്പിച്ച് എങ്ങനെ എടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട ചൂടുവെള്ളമാണ്. നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ചൂടാക്കി, അപ്പോൾ അത് ഞാനിവിടെ കൊണ്ടൊഴിച്ചിട്ടുണ്ട് ബക്കറ്റിൽ, ചെറിയ ബക്കറ്റ്. എനിക്ക് ബക്കറ്റേ ഉള്ളൂ ഇവിടെ, വട്ടത്തിലുള്ള പാത്രമില്ല. അപ്പം ബക്കറ്റിലോട്ട് കൊണ്ടൊഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഇതിന് വേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്, ചില സാധനങ്ങൾ വേണം ചെരുപ്പ് വെളുപ്പിച്ചെടുക്കാൻ വെള്ളത്തിനകത്ത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് കുറച്ച് സോപ്പ് പൊടി, ഏതെങ്കിലും ഡിറ്റർജൻറ്റ് മതി. അത് ഞാൻ ഇതിനകത്തോട്ടിട്ടു കുറച്ച്. പിന്നെ വേണ്ടത് കല്ലുപ്പാണ്. ഏതുപ്പായാലും കുഴപ്പമില്ല, എൻ്റെ ഈ കല്ലുപ്പാണ്, അത് ഞാനിട്ടു, കുറച്ചിട്ടു. എല്ലാം ഈ ചൂടുവെള്ളത്തിൽ. പിന്നെ ഹാർപ്പിക്കയിൽ കുറച്ച് അതിനകത്ത് ഒഴിച്ച്. അത് കുറച്ച് ഒഴിച്ചു. ഇച്ചിരി ഏറെ ഒഴിച്ചാലും കുഴപ്പമില്ല, ചെരുപ്പ് നല്ലവണ്ണം വെളുക്കും. നെക്സ്റ്റ് നമ്മുടെ അഴുക്കായി കിടക്കുന്ന ചെരുപ്പ് എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഇതാണ് ആ ചെരുപ്പ്. അഴുക്ക് പിടിച്ചങ്ങ് വള്ളിയെല്ലാം അഴുക്ക് പിടിച്ച് സോപ്പ് അതെല്ലാം അഴുക്കായി. അത് ഇതിനകത്തോട്ട് മുക്കി വെക്കാം. ഒരു മണിക്കൂറൊക്കെ മുക്കി വെക്കണം ഇത്, ഈ ചൂടുവെള്ളത്തിൽ മാത്രം. പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചവെള്ളത്തിൽ കുറച്ച്, മുങ്ങിക്കിടക്കുന്നില്ല ഈ സാധനം. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇത് ചെരുപ്പും അതെല്ലാം കൂടെ പ്രവർത്തിച്ച് അതിനകത്ത് അഴുക്കൊക്കെ ഇളകും. ഏകദേശം ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മണിക്കൂർ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെരുപ്പ് എടുത്തിട്ട് ബ്രഷ് വെച്ച് ഉരയ്ക്കാം. അപ്പോൾ ഫസ്റ്റിൽ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കണം. ഇത് കുറച്ച് പച്ചവെള്ളവും കൂടെ ഒഴിച്ച് വരാം. ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചെരുപ്പ് ഉരച്ച്, ഏതെങ്കിലും ബ്രഷ് വെച്ചിട്ട് ഉരയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ അഴുക്കിളകുന്നത്. പിന്നെ വേറെ ലെയർ പോലെ സാധനം ഉണ്ടായിരുന്നു, അത് ഇളകി പോത്തൊന്നുമില്ല. ആ ചെരുപ്പ് മേടിക്കുമ്പോൾ ഉള്ളത് അവർ ഒട്ടിച്ച് വെച്ച് ഏതോ ഒരു ലെയറാണ്, അത് ഇളകി പോത്തൊന്നുമില്ല. അഴുക്കെല്ലാം ഇതിൽ ഇളകിപ്പോകും. വശങ്ങളിലൊക്കെ ഉരച്ച് സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഉരച്ചാലും മതി. നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ലാസ്റ്റായിട്ട് അത് ഇട്ട് ഉരച്ച് ബറലെ അഴുക്കൊക്കെ പോയി. കറുത്ത സോപ്പൊക്കെ പിടിച്ചിരുന്ന ബാറാണ്, അതിലെ അഴുക്ക് നല്ല ക്ലീനായി. കാണുന്നത് ആ ലെയർ ഒട്ടിച്ച് വെച്ച്, ആ ലെയർ പോകത്തില്ല. നമ്മൾ ചെരുപ്പ് മേടിക്കുമ്പോൾ ചെരുപ്പുകാർ അതിൻ്റെ മണ്ടയ്ക്കൊരു ലെയർ ഉണ്ടായിരുന്നു.
ലെയറാത് പകുതിയൊക്കെ ഇളകിപ്പോയിട്ടുണ്ട്. ആ ലെയറാണ്ടത് കണ്ടോ, അവരൊട്ടിച്ച് വെച്ചത്, അത് പോകത്തില്ല. പിന്നെ അഴുക്ക് പോകും ഇതിൻ്റെ. ലെയർ ഇളക്കി കളയാൻ നോക്കി, പക്ഷെ പറ്റുന്നില്ല. രണ്ടാമത്തെ ചെരുപ്പാണ് ഞാൻ ഇപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പം പോയിട്ട് സ്ക്രബ്ബർ എടുത്തുകൊണ്ട് വന്നു. മറ്റേ ബ്രഷിൻ്റെ മുനയൊക്കെ ഒടിഞ്ഞു പോയതാണ്. ആ ലെയർ അവിടെ തന്നെ ഇരിക്കും, അത് പോകത്തില്ല. അത് പോയിരുന്നെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഞാൻ ഒട്ടിച്ച് വെച്ചേക്കുന്ന ലെയറാണ്. അഴുക്ക് ഇളകുന്നുണ്ടോ? ചെരുപ്പയിലെ അഴുക്കെല്ലാം ഇളകി നല്ല വൃത്തിയായി വരുന്നുണ്ട്. നല്ല ഉരച്ച് കഴുകണം അത് സ്ക്രബ്ബർ വെച്ച്, വശങ്ങളും അതിൻ്റെ വള്ളി സ്ട്രാപ്പും എല്ലാം. ശരിക്കും അഴുക്ക് ഇളകി പോകുന്നുണ്ട്. അത്ഭുതം തോന്നും ഇത് ഇങ്ങനെ. ഇത് നമ്മൾ സാധാരണ സോപ്പ് പൊടിയൊക്കെ ഉപയോഗിച്ചാൽ അത് പോകത്തില്ല അഴുക്ക്. ശരിക്കും ചെരുപ്പ് ക്ലീനായി. നല്ല പുത്തം പോലെ കായി ചെരുപ്പ്. ചെരുപ്പിൻ്റെ അഴുക്കെല്ലാം ഇളകി നല്ല കളർ. പക്ഷെ ആ ലെയർ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അത് ഞാൻ ഒത്തിരി ഉരച്ച് നോക്കിയാൽ പോകത്തില്ല. നല്ല ഭംഗിയായിട്ട് വന്നു ചെരുപ്പ്. അടിപൊളി ചെരുപ്പായിട്ട് പുത്തം പോലെ വെക്കാം. എന്താ കളർ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. നിങ്ങളും പരീക്ഷിക്കണേ.